തക്കാളി കീട ആക്രമണങ്ങൾ അധികമായി ഉണ്ടാവുമെങ്കിലും തക്കാളി നല്ല രീതിയിൽ വിളവ് തരുന്ന മാസങ്ങളാണ് മഴയില്ലാത്ത ഈ മാസങ്ങൾ. ഏപ്രിൽ മാസത്തിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ തക്കാളി കൃഷി ചെയ്തെടുക്കാൻ കഴിയും. പല വെറൈറ്റി തക്കാളി വിത്തുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈനായോ ഓഫ്ലൈനായോ നമുക്ക് ഈ വിത്തുകൾ പർച്ചേസ് ചെയ്ത് കൃഷി ചെയ്യാവുന്നതാണ്. മഴക്കാലം ഒഴികെ മറ്റ് എല്ലാ കാലാവസ്ഥയിലും നല്ല രീതിയിൽ നമുക്ക് വിളവ് തരുന്ന മറ്റൊരു പച്ചക്കറി ഇനമാണ് ചീര. പച്ചമുളക് മാത്രമല്ല ക്യാപ്സിക്കം, ബജിമുളക് മുതലായവയും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. വഴുതനയുടെ പല വെറൈറ്റികളും വളരെ ചെറിയ വിലയ്ക്ക് തന്നെ ഹൈബ്രിഡ് വിത്തുകളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. ഒരു വഴുതനച്ചെടി വെട്ടി നിർത്തുന്നതനുസരിച്ച് ഏകദേശം 3-4 വർഷത്തോളം വിളവ് തരും. ഈ ഒരു വഴുതനച്ചെടി കൃഷിഭവനിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടിയ വഴുതനച്ചെടിയാണ്. ഇപ്പോഴിത് 3 വർഷമായിട്ട് നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നുണ്ട്. വള്ളിപ്പയർ കൃഷി. കീടനിയന്ത്രണം നല്ല രീതിയിൽ നടത്തിയാൽ ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു പച്ചക്കറി ഇനമാണ് വള്ളിപ്പയർ. ഹൈബ്രിഡ് വിത്തുകളെ പോലെ നാടൻ വിത്തുകളും നല്ല രീതിയിൽ വിളവ് തരും. വെള്ളരി വർഗ്ഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ കൃഷി ചെയ്തെടുക്കാൻ കഴിയാവുന്നതാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിൽ കൃഷി ചെയ്ത വെള്ളരി വർഗ്ഗങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും വിളവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഏപ്രിൽ മാസത്തിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളരി കൃഷി ചെയ്യാവുന്നതാണ്. വെള്ളരി മാത്രമല്ല ഷമാം, തണ്ണിമത്തൻ, പീച്ചിൽ മുതലായവയും ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിയാണ്. സ്നോ വൈറ്റ് കുക്കുംബർ നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരിനം കുക്കുംബറാണ്. ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാൻ പറ്റാത്തവർക്ക് കറിക്കുപയോഗിക്കുന്ന മൂപ്പെത്തിയ വെള്ളരി വർഗ്ഗങ്ങളിൽ നിന്നും വിത്തെടുത്ത് മുളപ്പിച്ച് കൃഷി ചെയ്യാവുന്നതാണ്. നല്ലപോലെ വെള്ളം കൊടുത്തില്ലെങ്കിൽ കക്കിരി വർഗ്ഗ വിളകൾക്ക് കയ്പ്പ് രുചി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മത്തൻ, കുമ്പളം, പടവലം മുതലായവയും ഇപ്പോൾ കൃഷി ചെയ്യാവുന്നതാണ്. നല്ല മഴക്കാലത്തിന് മുൻപേ വിളവെടുക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ചോളം കൃഷി ചെയ്യാവുന്നതാണ്. പാവയ്ക്ക, കോവയ്ക്ക മുതലായവ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ കഴിയും. കോവൽ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെങ്കിലും പാവയ്ക്ക കീടനിയന്ത്രണം നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ കൃഷി ചെയ്തെടുക്കാൻ കഴിയൂ. മണ്ണിനടിയിൽ നടുന്ന വിളകളായിട്ടുള്ള ചേന, ചേമ്പ്, കാച്ചിൽ മുതലായവ നട്ടിട്ടില്ലാത്തവർക്ക് ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്.